ഒരുവനുണ്ട്. യായിറോസ്, നിന്റെ മകൾ മരിച്ചുപോയത് ശരിയാണ്, എന്നാൽ അവളിലേക്ക് ജീവൻ വരുത്തുവാൻ കഴിവുള്ള ഒരാളുണ്ട്. ആ സത്യം നീ അറിയണം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നു? ഇന്ന് രാത്രിയിൽ നിന്റെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, പ്രതികൂലമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ മെസ്സേജ് നീ കേൾക്കുമ്പോൾ തന്നെ നിനക്കൊരു മറുപടി ദൈവാത്മാവ് തരാൻ പോവാ. ആമേൻ. രോഗബന്ധനത്തെ ദൈവാത്മാവ് അരിക്കാൻ പോകുകയാണ്. നീ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിന് സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു. ശരിയാണ്. ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രവചന ശബ്ദമായി പറയുന്നു. സാധ്യതകളെല്ലാം അസ്തമിച്ചു, എന്നാൽ യേശുവിന് പുതിയതൊന്ന് തുടങ്ങാൻ യേശുവിന് കഴിയും. നീ കേട്ടത് ശരിയാ, പക്ഷെ സത്യം അതല്ല. സത്യം എന്താ? സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്. സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. യായിറോസിന്റെ മകളുടെ ജീവൻ മടക്കി കൊടുക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അതാണ് സത്യം. അത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ശരിയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ശരി നിങ്ങളുടെ മനസ്സിനെ അവൻ ഭാരപ്പെടുത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സത്യം മറ്റൊന്ന്. എന്താ സത്യം? സൗഖ്യമാക്കുന്ന ഒരുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. യായിറോസ് പറയുക, ഭയപ്പെടരുത്. വിശ്വസിക്കാൻ നീ തയ്യാറാണോ? ഒരു ചോദ്യം മറുചോദ്യം ചോദിക്കാം. എങ്ങനെ ഞാൻ വിശ്വസിക്കും? എന്റെ വീട്ടിൽ നിന്ന് ആളുമെന്ന് പറഞ്ഞല്ലോ എന്റെ മകൾ മരിച്ചുപോയെന്ന്. ഇനി ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത്? യായിറോസ്, നീ വിശ്വസിക്കണം. എങ്ങനെ ഞാൻ വിശ്വസിക്കും? അത് നിനക്ക് വിശ്വസിക്കാനുള്ള കാരണമുണ്ട്. എന്ത് കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. 22-ാമത്തെ വാക്യത്തിൽ ഒരു കാരണം. എന്താ കാരണം? 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കടൽക്കരയിലിരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. അടുത്ത വാക്യം, പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുവൻ വന്ന് യേശുവിനെ കണ്ടു. അടുത്തത്, യേശുവിന്റെ കാൽക്കൽ വീണു. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ച്. യായിറോസ് യേശുവിനെ കണ്ടു, യേശുവിന്റെ കാൽക്കൽ വീണു. ഇതൊരു ചെറിയ വാക്കായിട്ട്, ഇതൊരു ഒരു നിസ്സാര വാക്കായിട്ട് തള്ളിവിടില്ല. യഹൂദന്മാരുടെ രീതി മനസ്സിലാക്കണം. ഏക സത്യ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവർ, ഹോവിയായ ദൈവമല്ലാതെ മറ്റൊരുത്തന്റെയും മുമ്പിൽ വീഴാത്ത, നമസ്കരിക്കാത്ത വ്യക്തികളാണ് യഹൂദന്മാർ. പ്രത്യേകിച്ച് ഒരു പള്ളിപ്രമാണി, അദ്ദേഹത്തിൻ്റെതായ ക്വാളിറ്റിയുണ്ട്. യഹൂദന്മാരെന്ന് പറയുമ്പോൾ വസ്ത്രം കൊണ്ടും ആഹാരം കൊണ്ടും ആരാധന കൊണ്ടും അവർ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ യേശുവിനെ കണ്ട ഉടനെ അദ്ദേഹത്തിന് തന്റെ മകളുടെ വിഷയമല്ല വലുത്. അവിടെ യേശുവിനെ കണ്ട ഉടനെ യായിറോസ് തന്റെ വീട്ടിലെ വിഷയമല്ല പറഞ്ഞത്. ആണോ? അല്ല. ഞാനായിരുന്നെങ്കിൽ യേശുവിനെ കണ്ട ഉടനെ ഞാൻ പറഞ്ഞത്, എന്റെ വീട്ടിനകത്ത് ഇന്ന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വരണോ? യേശു വന്ന് എന്റെ വിഷയത്തിന് പരിഹാരം കണ്ടു കഴിയുമ്പോൾ എനിക്ക് ആരാധനയൊക്കെ വരും.
പക്ഷേ ഇവിടെ യായിറോസ് അങ്ങനല്ല ചെയ്തത്. താൻ യേശുവിനെ കണ്ട ഉടനെ തന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിഷയം മാറി. കാരണം യായിറോസിന് മനസ്സിലായി, ആരാധിക്കാൻ യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. ഇത് യായിറോസിനോട് ആരും പറഞ്ഞതല്ല. എനിക്ക് 2 നില വീട് കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല ആരാധന വെളിപ്പെട്ടത്. എനിക്ക് രോഗസൗഖ്യം കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ യേശുവിന്റെ കാൽക്കൽ വീണത്. എനിക്ക് ഏക്കർ കണക്കിന് വസ്തു കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല യായിറോസ് യേശുവിന്റെ കാൽക്കൽ വീണത്. ഇന്നത്തെ കൂട്ട് നിങ്ങൾ ആരാധിച്ചോ നിങ്ങൾക്ക് 2 നില, നിങ്ങൾ ആരാധിച്ചോ നിങ്ങൾക്ക് ബെൻസ്, നിങ്ങൾ ആരാധിച്ചോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ബാങ്കിൽ. ഇങ്ങനൊന്നും അല്ല. അവൻ യായിറോസ് ഇതൊന്നുമല്ല വിഷയം. യേശുവിനെ കണ്ടപ്പോൾ ആമേൻ ബാങ്ക് ബാലൻസ് കിട്ടുമെന്നോ സൗഖ്യം കിട്ടുമെന്നോ 2 നില കിട്ടുമെന്നോ ഓഡിയോ ബെൻസോ കിട്ടുമോ എന്നൊന്നുമല്ല. അവൻ യേശുവിനെ കണ്ട ഉടനെ തന്നെല്ലാം മറന്നു, തന്റെ പദവി മറന്നു, തന്റെ സ്ഥാനം മറന്നു, തന്റെ സമൂഹത്തിലുള്ള തന്റെ ആ പദവി എല്ലാം മറന്നു. യേശുവിന്റെ കാൽക്കൽ അങ്ങ് വീണു. യേശുവിന്റെ കാൽക്കൽ വീണ് കഴിഞ്ഞതിന് ശേഷമാ യായിറോസ് പറഞ്ഞ്, എന്റെ വീട്ടിനകത്ത് ഇങ്ങനൊരു വിഷയമുണ്ട്. യേശുവിന്റെ കാൽക്കൽ വീണപ്പോഴേ യേശുവിന് മനസ്സിലായി യായിറോസിന്റെ വീട്ടിലെ വിഷയം. അതുകൊണ്ടാ യേശു കർത്താവ് യായിറോസിനോട് പറഞ്ഞത്, നീ മറ്റൊന്നും നോക്കാതെ, നീ എന്നിൽ അവൻ മറ്റൊരു കാര്യവും നോക്കാതെ, അവൻ പ്രതിഫല ഇച്ഛ കൂടാതെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിന്റെ പദവി വിട്ട് നീ എന്റെ കാൽക്കൽ വീഴാൻ തയ്യാറായെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് വിശ്വസിക്കാൻ കഴിയും. നീ വിശ്വസിക്ക്, ആമേൻ, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാനിടയായിത്തീരും. എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ യേശു കർത്താവ് മാത്രം. നമുക്കെന്തെങ്കിലും ലഭിക്കും എന്നുള്ള ചിന്തയോടെ എന്റെ മാന്യ ശ്രോതാക്കൾ ആമേൻ ആരാധനയ്ക്ക് ആമേൻ പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും എന്നുള്ളത് കൊണ്ടല്ല യേശുവിനെ ആരാധിക്കേണ്ടത്. യേശുവിനെ കണ്ടാൽ, യേശുവിനെ കാണുന്നവർ യേശുവിനെ ആരാധിക്കും. ആമേൻ നമുക്കെന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ആമേൻ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് നമ്മുടെ കർത്താവും